CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലഹരി വിരുദ്ധ റെയ്ഡായ ഓപ്പറേഷൻ തൂഫാൻ. ചെർപ്പുളശ്ശേരിയിൽ മയക്കുമരുന്നുമായി 3 യുവാക്കളെ പോലീസ് പിടികൂടി. 47.4 ഗ്രാം MDMA ഇവരിൽ നിന്നും കണ്ടെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ രാത്രികാല പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. മണ്ണാർക്കാട് തച്ചമ്പാറ ദേശബന്ധു സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോകുന്ന ബസിന്റെ ഡോർ അടർന്നു വീണ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തു. GPS സംവിധാനം ഉപയോഗിച്ചാണ് അധികൃതർ വാഹനം പിടികൂടിയത്. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് അധികൃതർ. ചെർപ്പുളശ്ശേരിയിലെ പുതിയ ഗതാഗത പരിഷ്കാരം മൂലം പൊതുജനങ്ങളും വ്യാപാരികളും വലിയ പ്രയാസം അനുഭവിക്കുന്നതായി പ്രതിപക്ഷ കൗൺസിലർമാർ. പരിഷ്കാരത്തിൽ ചെറിയ മാറ്റം വരുത്തണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ തൽസ്ഥിതി തുടരുമെന്ന് ഭരണസമിതിയും നിലപാടെടുത്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ചെർപ്പുളശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശ റാലി സംഘടിപ്പിച്ചു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെയും ചന്തം ചാർത്താൻ ചെർപ്പുളശ്ശേരി ക്യാമ്പയിന്റെയും ഭാഗമായാണ് റാലി നടത്തിയത്. ലഹരി വിരുദ്ധ റെയ്ഡായ ഓപ്പറേഷൻ തൂഫാൻ. ചെർപ്പുളശ്ശേരിയിൽ മയക്കുമരുന്നുമായി 3 യുവാക്കളെ ചെർപ്പുളശ്ശേരി പോലീസ് പിടികൂടി. 47.4 ഗ്രാം MDMA ഇവരിൽ നിന്നും കണ്ടെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ രാത്രികാല പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. വെള്ളിയാഴ്ച പുലർച്ചെ കുലുക്കല്ലൂർ ഇടുത്തറ എന്ന സ്ഥലത്ത് വെച്ചു നടത്തിയ പരിശോധനയിലാണ് ഇവർ വലയിലായത്. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചെർപ്പുളശ്ശേരി പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ കാറിൽ കടത്തുകയായിരുന്ന മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. ഇടുതറ സ്വദേശികളായ തണ്ണീർപള്ളിയാലിൽ വീട് മുഹമ്മദ് ഹാരിസ്, ചാത്തംകുളം വീട് മുഹമ്മദ് ആഷിഫ്, പട്ടാമ്പി വല്ലപ്പുഴ സ്വദേശി മൂലംകുന്നത്ത് വീട് മുഹമ്മദ് ആഷിഖ് എന്നിവരാണ് പിടിയിലായത്. പിടിയിലായവരിൽ 2ാം പ്രതിയായ മുഹമ്മദ് ആഷിഫ് കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മറ്റൊരു മയക്കുമരുന്ന് കേസിലെ പ്രതിയാണ്. ഈ കേസിൽ റിമാൻഡിലായിരുന്ന ഇയാൾ കഴിഞ്ഞ മെയ് 23-നാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. ജാമ്യം ലഭിച്ച ദിവസങ്ങൾക്കകമാണ് ഇയാൾ വീണ്ടും ലഹരിക്കടത്തിന് പിടിയിലാകുന്നത്. 1ാം പ്രതിയായ മുഹമ്മദ് ഹാരിസും ഇതേ കൊഴിഞ്ഞാമ്പാറ കേസിലെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടയാളാണ്. ഈ കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ഇരിക്കവെയാണ് ഇപ്പോൾ വീണ്ടും മയക്കുമരുന്നുമായി പോലീസിന്റെ പിടിയിലാകുന്നത്. പ്രതികളുടെ ലഹരി ഇടപാടുകളെക്കുറിച്ചും പിടിച്ചെടുത്ത മയക്കുമരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ പട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് രാത്രിയോടുകൂടി ഒരു കാറിൽ 3 പേരെ സംശയാസ്പദമായി കാണുകയും പോലീസ് പിന്തുടർന്ന് പിടികൂടുകയും ചെയ്തു. പരിശോധിച്ചതിൽ ഏകദേശം 48ഓളം ഗ്രാം MDMA ഈ വ്യക്തികളുടെ പക്കൽ നിന്നും പിടികൂടുകയുണ്ടായി. അത് മിനിഞ്ഞാന്ന് രാത്രിയിൽ മറ്റൊരു ടീമിൻ്റെയും വളരെ കുറഞ്ഞ അളവിൽ MDMA പിടികൂടുകയുണ്ടായി. അത് FIR ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കേസിനും FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കും. പോലീസും ഡാൻസ് ഓഫ് ടീമും ഒക്കെ തന്നെ ശക്തമായ പരിശോധനയിലാണ്. അതിന് എനിക്ക് അപേക്ഷിക്കാനുള്ളത് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും നല്ല സഹകരണം ഉണ്ടാവണം. ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ പോലീസിനെ എന്നെയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ വിളിച്ച് അറിയിക്കേണ്ടതാണ്. അറിയിക്കുന്ന വിവരങ്ങൾ വളരെ അധികം രഹസ്യമായിരിക്കും. അങ്ങനെ ഇത് നമ്മുടെ ഭാഗത്തു നിന്നും ഇത് പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുക. ഇന്നലെ നമ്മുടെ കുലുക്കല്ലൂർ നെല്ലായ റോഡിലായിരുന്നു ഇന്നലെ പരിശോധന. 2 ഭാഗത്തുള്ള കടകളുണ്ടായിരുന്നു. ഇത് തൃക്കടിരി ഭാഗത്തുണ്ടായിരുന്നു. കുലുക്കല്ലൂർ നെല്ലായ ഭാഗത്താണ് ഇത് പിടികൂടിയത്. ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് അത്തരത്തിൽ വ്യാപകമായ റെയ്ഡുകൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. വ്യാപകമായ റെയ്ഡാണ്. നമ്മൾ ചെർപ്പുളശ്ശേരി ഭാഗത്ത് മെനഞ്ഞാന്ന് രാത്രിയിൽ നമ്മൾ റെയ്ഡ് ഉണ്ടായിരുന്നു. മെനഞ്ഞാന്ന് രാത്രിയിൽ ഞങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് തുടരും. അത് പറഞ്ഞ് ആ ഭാഗം നമ്മൾ നമ്മുടെ ഒരു പോയിൻ്റായിട്ട് നമ്മുടെ മനസ്സിലുണ്ട്. അത് തീർച്ചയായും ഇവിടെ ശക്തമായ റെയ്ഡ് ഉണ്ടാകും. ഇന്നലെ അവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ റെയ്ഡ് ചെയ്തു. പക്ഷെ അവിടെ ഒന്നും ലഭിച്ചില്ല. അപ്പോൾ അത് ശക്തമായ ഇടപെടലുണ്ടാകും. CCN ചെർപ്പുളശ്ശേരി. മണ്ണാർക്കാട് തച്ചമ്പാറ ദേശബന്ധു സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോകുന്ന ബസിന്റെ ഡോർ അടർന്നു വീണ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തു. GPS സംവിധാനം ഉപയോഗിച്ചാണ് അധികൃതർ വാഹനം പിടികൂടിയത്. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് അധികൃതർ.
അല്ല, ഇത് പ്ലാറ്റ്ഫോം വളരെ കെയർലെസ് ആയിട്ട് പ്ലാറ്റ്ഫോം തുരുമ്പ് പിടിച്ച് അതിൻ്റെ കണക്ഷൻ അപകടത്തിനു പിന്നാലെ മോട്ടോർ വാഹന വകുപ്പിന് മുന്നിൽ ഹാജരാകാതെ മാറ്റി നിർത്തിയ വാഹനം GPS സംവിധാനം ഉപയോഗിച്ചാണ് അധികൃതർ പിടികൂടിയത്. കൊപ്പത്തുവെച്ചാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങളിൽ കുട്ടികളെ കയറ്റി അപകടകരമായ രീതിയിൽ സർവീസ് നടത്തിയതിനെ തുടർന്ന് ബസ് ഡ്രൈവറുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സീസ് ചെയ്തു. ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനായുള്ള റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്ന് മണ്ണാർക്കാട് മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ PM രവികുമാർ അറിയിച്ചു. വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ഇവരുടെ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി ഓടുന്ന എല്ലാ വാഹനങ്ങളും പരിശോധനയ്ക്കായിട്ട് ഫിസിക്കലായിട്ട് പ്രസന്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പാലക്കാട് ജോയിന്റ് RTO പാലക്കാട് RTO മുജീബ് സാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സാറിപ്പം പോയതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ 6 വാഹനങ്ങൾ ഇവിടെ ഹാജരാക്കുകയുണ്ടായി. ആ വാഹനത്തിലെ മെക്കാനിക്കലും ഫിസിക്കലുമായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ നമ്മൾ പരിശോധിക്കുകയായിരുന്നു. ആക്ച്വലി കഴിഞ്ഞ 18-ാം തീയതി മുതൽ ഈ 18-ാം തീയതി മുതൽ ജൂൺ 2-ാം തീയതി വരെ നമ്മൾ മണ്ണാർക്കാട് താലൂക്കിലെ എല്ലാ സ്കൂൾ വാഹനങ്ങളും പരിശോധനയ്ക്കായി ഹാജരാക്കാൻ നമ്മൾ പലതരത്തിലുള്ള നിർദ്ദേശം എല്ലാ സ്കൂളുകളിലേക്കും താലൂക്കിൻ്റെ കീഴിലുള്ള എല്ലാ സ്കൂളിലേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പരിശോധന അവസാനിപ്പിക്കുന്നത് ജൂൺ 2-ാം തീയതിയാണ്. അതിനുശേഷം ഏതൊക്കെ വാഹനങ്ങൾ നമ്മൾ പരിശോധനയ്ക്ക് ഹാജരാക്കിയിട്ടില്ല, ഏതൊക്കെ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളാണ് അത് എന്നുള്ള കണക്കുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 3-ാം തീയതി മുതൽ ഞങ്ങൾ റോഡുകളിലേക്ക് വാഹന പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് 4-ാം തീയതി ഇങ്ങനൊരു ഭീതിജനകമായൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പരിശോധന. തുടർന്ന് ഇത്തരം പരിശോധനകൾ ഇനിയിപ്പോൾ നമ്മൾ ഈ പരിശോധനയ്ക്ക് ഹാജരാക്കാത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ഡ്രൈവർമാർ ഉള്ള സ്കൂളുകളെ കണ്ടെത്തിയിട്ട് അവരുടെ വാഹനങ്ങൾ ഞങ്ങൾ സ്കൂളിൽ പോയി പരിശോധിക്കും. അല്ലെങ്കിൽ അല്ലാത്ത അവസരത്തിൽ വിളിച്ചു വരുത്തി പരിശോധിക്കുന്ന നടപടികളിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. സംഭവത്തെ തുടർന്ന് സ്കൂളിലെ മറ്റു വാഹനങ്ങളിലും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പരിശോധനയിൽ ഗുരുതരമായ തകരാറുകൾ കണ്ടെത്തുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് റദ്ദു ചെയ്യുമെന്നും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച പരിശോധിച്ച ശേഷം അവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്നും MVI വ്യക്തമാക്കി. നിലവിൽ നമ്മൾ ഇപ്പോൾ ഈ വാഹനം ഓടിച്ച് പരിശോധിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഇതിന്റെ സ്പീഡ് ഗവേണർ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. 50 കിലോമീറ്റർ വേഗത്തിൽ മാത്രമാണ് നമുക്ക് EABകൾ ഓടിക്കാവൂ. 50 കിലോമീറ്റർ ആകുമ്പോൾ ഇതിന്റെ സ്പീഡ് ഗവേണർ ഓട്ടോമാറ്റിക്കായി കട്ട് ഓഫ് ആവണം. നിലവിൽ ഇത് 60-ന് മുകളിലാണ് ഈ വാഹനം പോകുന്നത്. അത് കുട്ടികളുടെ യാത്രയ്ക്ക് അപകടകരമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്പീഡ് ഗവേണർ കൃത്യമാക്കി കാണിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിതിന് സർവീസ് നടത്താൻ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് അത് കറക്റ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കും. അതിന് ശേഷം മാത്രമാണ് ഇത് സർവീസ് നടത്താൻ നമ്മൾ നിലവിൽ അനുവദിക്കുന്നത്. നിലവിൽ നമുക്ക് 6 വാഹനങ്ങളാണ് അവർ ഹാജരാക്കിയിട്ടുള്ളത്. അവർക്ക് നിലവിൽ 8 വാഹനങ്ങളാണ് ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. ഒന്ന് ഇന്നലെ അപകടത്തിന് ശേഷം അവർ മാറ്റിയിട്ടിട്ടുണ്ട്. ഒരു വാഹനം ഇപ്പോൾ പുറത്താണ്, അവിടെ ഇല്ല. അപ്പോൾ 6 വണ്ടികളാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ GPS ട്രാക്കിംഗ് കൊണ്ട് അത് പാലക്കാട് കൊപ്പത്തിനടുത്ത് ഈ വാഹനം പാർക്ക് ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പരിശോധന നടത്തിയിട്ടുണ്ട് അവിടെ. നിലവിൽ അത് ഹാജരാക്കിയിരുന്നില്ല. അവരവിടുന്ന് അപ്പോൾ അപകടം നടന്ന ഉടനെ തന്നെ ആ വാഹനം നമ്മൾ വരുന്നതിന് മുന്നേ അവിടുന്ന് മാറ്റുകയാണ് ഉണ്ടായത്. നമ്മൾ ഇന്നലെ അന്വേഷിച്ചപ്പോഴും അത് എവിടെയാണ് എന്ന് അവർ കൃത്യമായി നമുക്ക് വിവരം നൽകിയില്ല. തുടർന്ന് നമ്മൾ GPS പരിശോധനയിലാണ് കണ്ടെത്തിയത്. നമ്മൾ ഇന്നലെ വൈകിയത് കൊണ്ട് നമുക്കത് ട്രേസ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ നമ്മൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. വണ്ടി പാലക്കാട് കണ്ടെത്തിയിട്ടുണ്ട്. അത് മെയ് മാസത്തിൽ ഫിറ്റ്നസ് കഴിഞ്ഞതാണ്. നിലവിൽ ഫിറ്റ്നസ് ഇല്ലായിരുന്നു സർവീസ് നടത്തുമ്പോൾ. അത് നമ്മുടെ ഡാറ്റാബേസിൽ ഉണ്ടായിരുന്നില്ല. അത് ആലപ്പുഴയിൽ നിന്നും അവർ വാങ്ങിക്കൊണ്ടുവന്നായതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണാർക്കാട് ഓഫീസിന്റെ ഡാറ്റാബേസിൽ ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ ആ വാഹനം പെട്ടിട്ടുണ്ടായില്ല. ഇങ്ങനെ ഒരു ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി താലൂക്കിൽ സർവീസ് നടത്തുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നു. അതിന്റെ ഡ്രൈവറുടെ ലൈസൻസ് നമ്മൾ ഇപ്പോൾ സീസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിശദീകരണം കേട്ട ശേഷം അതിൽ തുടർ നടപടികൾ ഉണ്ടാവും. CCN മണ്ണാർക്കാട്. ചെർപ്പുളശ്ശേരിയിലെ പുതിയ ഗതാഗത പരിഷ്കാരം മൂലം പൊതുജനങ്ങളും വ്യാപാരികളും വലിയ പ്രയാസം അനുഭവിക്കുന്നതായി പ്രതിപക്ഷ കൗൺസിലർമാർ. പരിഷ്കാരത്തിൽ ചെറിയ മാറ്റം വരുത്തണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ തൽസ്ഥിതി തുടരുമെന്ന് ഭരണസമിതിയും നിലപാടെടുത്തു.
സ്ഥിരമായി ജോലി ആവശ്യങ്ങൾക്കും മറ്റുമായി ചെർപ്പുളശ്ശേരി നഗരത്തിൽ എത്തുന്നവർക്ക് ബസ് കയറാൻ കൂടുതൽ ദൂരം നടക്കേണ്ടി വരുന്നുണ്ടെന്നും ഇത് ജനങ്ങളുടെ സമയവും വരുമാനവും നഷ്ടപ്പെടുത്തുന്നുണ്ടെന്നും യോഗത്തിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. നമുക്ക് ഇതിൽ ചെറിയ മാറ്റം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള മാറ്റം വേണം. ഞാനിത് ബസ്സിന്റെ മുതലാളിയെ കണ്ടു, സംസാരിച്ചു, എന്തായാലും കണ്ടതാ. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അവര് പറയുന്നത് ഒറ്റപ്പാലം റോഡിലുള്ള കൂടി ഇപ്പൊ ഇങ്ങോട്ട് പട്ടാമ്പി റോഡിന് വന്ന് തിരിച്ചു പോകണമെന്നാ പറയണത്. എന്തായാലും അതൊരു പ്രശ്നമാണ് എന്നോട് പറഞ്ഞു. അങ്ങനെ ആ വരവ് നേരെ വന്നപ്പോഴാണ് ചെയർപേഴ്സണി വൈസ് ചെയർമാനെ ഞാൻ കണ്ടത്. അവരോട് അവിടെ വെച്ചിട്ട് തന്നെ പരാതിയിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അത് നമുക്ക് അതിപ്പോ അതൊന്നും ചർച്ച ചെയ്യാൻ പറ്റില്ല, ഇപ്പോഴുള്ള തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോട്ടെ എന്ന് വൈസ് ചെയർമാൻ പറഞ്ഞപ്പോ പിന്നെപ്പോ ഞാൻ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്നാൽ ഈ കൗൺസിൽ വരുമ്പോ പറയാം എന്നുദ്ദേശിച്ചിട്ടാണ്. പിന്നെ ബസ് ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ അവിടെ ട്രാഫിക് ജാം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പട്ടാമ്പി റോഡിൽ നിന്ന് ഈ ബസ്സൊക്കെ അങ്ങോട്ട് പോണില്ലേ, പട്ടാമ്പിന്ന് വരുന്ന ബസ്സൊക്കെ ഇതിലൂടെ അവിടെ ഒന്നുമല്ലോ, ഒക്കെ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നുണ്ടല്ലോ. എല്ലാ കടയിൽ നിന്നും ആളുകളെ സ്വീകരിച്ചു പോകുന്ന വാഹനങ്ങൾ, നിർത്തുന്ന വാഹനങ്ങൾ നിർത്താതെ ഈ മലബാർ കോംപ്ലക്സിന്റെ അവിടെയും പുതിയ പഴയ ബസ് സ്റ്റാൻഡിന്റെ അവിടെ നമ്മൾ പണിയെടുക്കാൻ ഉദ്ദേശിച്ച ബസ് സ്റ്റാൻഡിന്റെ അവിടെയും മാത്രം നിർത്തി, അത് കഴിഞ്ഞ് വിജയയുടെ അവിടെ സ്റ്റോപ്പ് ഉണ്ട്, ഇവിടെ ആളിറക്കി തിരിച്ചു പോകുന്നത് കൊണ്ട് അത്ര വലിയ കുഴപ്പമുണ്ടാവുന്ന അഭിപ്രായം. പാലക്കാട്, മണ്ണാർക്കാട്, ഒറ്റപ്പാലം, പെരിന്തൽമണ്ണ എന്നീ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്താത്തത് സാധാരണക്കാരായ യാത്രക്കാരെയും വിദ്യാർത്ഥികളെയും വ്യാപാരികളെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നവർക്ക് പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് എത്തുന്നതിനായി വീണ്ടും വലിയ തുക ഓട്ടോറിക്ഷയ്ക്കോ മറ്റു ബസ്സുകൾക്കോ നൽകേണ്ടി വരുന്നത് ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ്. അതിനാൽ പുതിയ ഗതാഗത പരിഷ്കാരത്തിൽ അടിയന്തരമായി പുനഃപരിശോധന നടത്തണമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. സ്റ്റുഡൻസിന്, കുട്ടികൾക്കും ജനങ്ങൾക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പൊ അത് അവര് ജലദോഷം അതേപോലെ അവര് വന്നിട്ട് ഇവിടെ പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടെ നിർത്തിയിടുമ്പോഴാണ് ഇവിടെ ബ്ലോക്ക് വരാൻ സാധ്യതയുള്ളൂ. അല്ലാതെ നിർത്തിയില്ല ഇവിടെ ഒന്ന് ഈ ടൗണിൽ ടച്ച് ചെയ്ത് ഈ പഴയ സ്റ്റാൻഡിൽ ഒന്ന് ടച്ച് ചെയ്ത് റൗണ്ട് അടിച്ച് പോയാൽ ഇവിടെ ഒരു ബ്ലോക്കും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അഭിപ്രായം. ഈ ചെറുപ്പശ്ശേരിക്ക് ജോലിക്ക് വരുന്ന അവര് പറയണം അവരുടെ കാലുമ്പോ നീര് വന്നു, നടക്കാൻ വയ്യ, ഇവിടുന്ന് രാവിലെ ജോലിക്ക് വരണം, ജോലിക്ക് കഴിച്ചിട്ട് പിന്നെ ഉത്തരാനിക്കലിലാണ് നടക്കണം. പിന്നെ 5000 രൂപ കിട്ടുന്ന ഈ ഒരു ശമ്പളം കൊണ്ട് ഞാൻ ഈ 2 ബസ് കയറി വരുമ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ടില്ലേ? ബസ്സുകൾ വന്ന് ഈ മിഥില റീജൻസിനായിട്ട് തിരിച്ച് എല്ലാ ബസ്സുകളും യൂട്ടേൺ അടിച്ച് സ്റ്റാൻഡിൽ കയറുന്ന സംവിധാനം ഉണ്ടാക്കിയാൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാറും. ഈ പറയുന്ന തടസ്സങ്ങളുണ്ടാവില്ല. ബസ്സുകൾ നിർത്തിയിടുന്ന സാഹചര്യം ഒഴിവാക്കി ലൈൻ ബസ് ആളെ എടുത്ത് പോകുന്നത് പോലെ പഴയ സ്റ്റാൻഡിന് മുന്നിൽ നിന്നും അതുപോലെ തന്നെ ഒറ്റപ്പാലം പാലക്കാട് പെരുന്തൽമണ്ണ ബസ് ഭാഗത്തും മലബാർ കോംപ്ലക്സിന് മുന്നിലും ആളെ നിർത്തി ഇറക്കി കയറ്റുന്ന സംവിധാനം കൂടി നമ്മൾ അടിയന്തരമായി ഒരു യോഗം ചേർന്ന് നടപ്പാക്കേണ്ടത് ഇതിന്റെ ആവശ്യകതയാണ് ഇത്രയും പറഞ്ഞത്. BJP കൗൺസിലർ P. ജയനും പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ബസ്സുകൾ എത്തിക്കാൻ സാധ്യതയുണ്ടെങ്കിലും പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ പുതിയ പരിഷ്കാരത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ നിന്നും പോസിറ്റീവായ അഭിപ്രായങ്ങളാണ് നിലവിൽ ലഭിക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ മറുപടി നൽകി. വരും ദിവസങ്ങളിൽ യാത്രക്കാർക്ക് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. മാറ്റങ്ങൾ ടൗണിൽ വരുമ്പോൾ അതോട് കുറച്ച് പൊരുത്തപ്പെട്ടു പോവേണ്ടി വരും. നമ്മളിപ്പോൾ പെരിന്തൽമണ്ണയായാലും പാലക്കാടായാലും ഒക്കെ ഞാൻ ആദ്യമേ പറഞ്ഞ സുരേഷ് കൗൺസിലർ തെറ്റിദ്ധരിച്ചതാണ്. ചെർപ്പശ്ശേരിക്ക് ജോലിക്ക് വരുന്നത് പോലെ തന്നെ എൻ്റെ നാട്ടിൽ നിന്ന് ഭൂരിഭാഗം പേരും പെരിന്തൽമണ്ണക്കാണ്. വിവിധ 5000-6000 രൂപക്കായിട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ മൂസക്കുട്ടി സ്റ്റാൻഡിൽ നിന്നും ഇറങ്ങി മൗലാനയിലേക്കും അൽഷിഫിലേക്കും EMSയിലേക്കും അതുപോലെ തന്നെ ചമയത്തേക്കും KMTയിലേക്കും ഒക്കെ പോകുന്നത് ഇതേ തുടർന്നു കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചെർപ്പശ്ശേരിക്ക് വരുന്ന മാത്രം ഒരു ബുദ്ധിമുട്ടല്ല അവർ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അവർ നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ടായിരിക്കും നമ്മളോട് പറയത്ത്. പക്ഷെ അത് അതിനോട് അവർ പൊരുത്തപ്പെട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇത് തുടക്കത്തിലുള്ള ഒരു പ്രയാസം തന്നെയായിരിക്കും. നമുക്ക് ബദൽ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിലവിൽ അല്ലെങ്കിൽ താൽക്കാലികമായി ഒരു സ്ഥിതി തുടരുന്നതായിരിക്കും. ഇനി വീണ്ടും നമുക്ക് ചർച്ച ചെയ്യണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ പ്രയാസം കൂടുതൽ വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ബോർഡിന്റെ തീരുമാനം. ഇപ്പോഴുള്ള സംവിധാനത്തിൽ കൂടെ പോയിക്കോട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൽ ഒരു അപകടവും ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ്. കാരണം
വളരെ ആൾക്കാരും എൻ്റെ അടുത്ത് പല കച്ചവടക്കാരും ഇങ്ങോട്ടും പറഞ്ഞു, ഓ ജീവൻ വെച്ചു. ഞാൻ എവിടെ നിന്നും പറയുന്നില്ല. അങ്ങനെയും കച്ചവടങ്ങളെല്ലാം വികേന്ദ്രീകരിച്ച് പോയി കൊണ്ടൊരു അപകടവുമില്ല. ഏറ്റവും സുരക്ഷിതം അടിസ്ഥാനപര അധ്യാപകരെല്ലാവരും വിളിച്ചു പറഞ്ഞൊരു അത് രക്ഷിതാക്കൾ വിളിച്ചു പറയുന്നു. മിനി പറഞ്ഞില്ലേ, രക്ഷിതാക്കളും അധ്യാപകരും, ഓ ഞങ്ങളുടെ കുട്ടികൾ എത്ര സുരക്ഷിതമായിട്ട് പോകുന്നു. ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ട്രാഫിക്കിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് നമുക്ക് പറഞ്ഞ ഏത് നിയമപാലകർ വെച്ചാലും കഴിയാത്തൊരവസ്ഥയാണ്. ബ്ലോക്ക് വന്ന് ശ്വാസം മുട്ടി പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് വീണ്ടും കൂടിയിട്ട് നമ്മൾ ഐക്യകണ്ഠ്യം തീരുമാനിച്ച് നോക്കട്ടെ, നമ്മൾ ഈ സംവിധാനം ഇതിലൂടെ പോകട്ടെ എന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം പറയുന്നത്. ചെയർപേഴ്സൺ KT ജംസിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ ആകെ 8 അജണ്ടകളാണ് ചർച്ചയ്ക്കായി ഉണ്ടായിരുന്നത്. എന്നാൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ അജണ്ടകൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ വെള്ളിയാഴ്ച പള്ളിയിൽ പോകേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ കൗൺസിലർമാർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇതുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കവും ഉണ്ടായി. ആ രീതിയിൽ ഇങ്ങനെ വൈകാരം കൊണ്ട് പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ആ രീതിയിൽ നമുക്ക് പറഞ്ഞിരുന്നു. നിസ്സാര ഇവിടുന്ന് പോകുമ്പോ പള്ളിയിലേക്ക് പോകാൻ സമയമായി, പള്ളിയിലേക്ക് പോട്ടെ എന്ന് വേണ്ട പോയത്. സ്വാഭാവികമായിട്ട് സൗഹൃദപരമായിട്ട് എത്ര എല്ലാവരും കൂടുമ്പോ പള്ളിയിലേക്ക് കൂടുതലൊരു സൗഹൃദപരമായിട്ട് ചോദ്യം വരും. ഇത് കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇത് പൊളിറ്റിക്സ് ആണ്. ചെറുപ്പശ്ശേരി നഗരസഭ ഭരണസമിതി ഓരോ കാര്യം തീരുമാനിക്കുമ്പോൾ 5 തവണ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന് ഇവിടുത്തെ ഒരു സാധാരണക്കാരായ മനുഷ്യന് പോലും ഒരു പ്രയാസം ഉണ്ടാവരുത്, ഒരു കച്ചവടക്കാരനോ ഒരു യാത്രക്കാരനോ ബുദ്ധിമുട്ടുണ്ടാകരുത് കരുതി വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തിരുന്ന ഒരു സംവിധാനമാണ് ചെറുപ്പശ്ശേരി ട്രാഫിക് പരിഷ്കരണം എന്ന് പറയുന്നത്. ഇത് തീർച്ചയായും രാഷ്ട്രീയപരമായി എടുത്തുകൊണ്ട് ഇന്നലെ ഇവിടെ കോൺഗ്രസിന്റെ ആളുകൾ വന്ന് ഭാരവാഹികൾ വന്ന് ഒരു കത്ത് നൽകേണ്ട ഒരു സമരത്തിലേക്ക് പോവുക. സമരവും മറ്റ് സമരമാർഗങ്ങളൊക്കെ തന്നെ അത് രാഷ്ട്രീയ മുന്നണികൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. CCN ചെർപ്പുളശ്ശേരി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ചെർപ്പുളശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശ റാലി സംഘടിപ്പിച്ചു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെയും ചന്തം ചാർത്താൻ ചെർപ്പുളശ്ശേരി ക്യാമ്പയിന്റെയും ഭാഗമായാണ് റാലി നടത്തിയത്. തലമുറക്ക് കൂടി സംരക്ഷിച്ചുകൊണ്ട് നിർത്തുന്നതിന് വേണ്ടി നാം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ സഹകരണം ഉറപ്പാക്കണമെന്നും നഗരസഭയോട് എല്ലാ രീതിയിലും സഹകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. പരിസ്ഥിതി റാലിക്ക് ശേഷം ചെർപ്പുളശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് സമാപിച്ചു. നഗരസഭ ചെയർപേഴ്സൺ KT ജംസിയ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. CCN ചെർപ്പുളശ്ശേരി. ഡിവൈഎഫ്ഐ തൃക്കടീരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. തുടർന്ന് തൃക്കടീരി സെന്ററിൽ വൃക്ഷത്തൈകൾ നട്ടു. സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരികുലം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മേഖലാ സെക്രട്ടറി P ധനേഷ്, പ്രസിഡന്റ് പ്രതീഷ്, സുധീര, ഫാരിസ് എന്നിവർ സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. അലനല്ലൂർ എസ്റ്റേറ്റ് പടിക്ക് സമീപം പ്രവർത്തിക്കുന്ന റബ്ബർ ഗോഡൌണിനും പുകപ്പുരയ്ക്കും വൻ തീപിടുത്തം. എസ്റ്റേറ്റ് പടി ചേരാട വീട്ടിൽ റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള കൈരളി റബ്ബേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് അപകടമുണ്ടായത്. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. റബ്ബർ ഷീറ്റുകൾ ഉണക്കുന്നതിനായി സജ്ജീകരിച്ചിരിക്കുന്ന പുകപ്പുരയിൽ നിന്നാണ് ആദ്യം തീ പടർന്നത്. ഇത് പിന്നീട് ഗോഡൌണിലേക്ക് പടരുകയായിരുന്നു. വിവരമറിഞ്ഞ ഉടൻ തന്നെ മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി. മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. CCN ചെത്തല്ലൂർ. ചെത്തല്ലൂർ വടക്കേക്കര അംഗൻവാടിയിൽ വെച്ച് പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. വാർഡ് മെമ്പർ ഫൗസിയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് BM പൈലി അധ്യക്ഷനായി. KSSPU ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K നാരായണൻകുട്ടി, PKC നായർ, ICDS സൂപ്പർവൈസർ രമാദേവി, ശോഭന എന്നിവർ സംസാരിച്ചു. CCN ചെത്തല്ലൂർ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ആലിപ്പറമ്പ് SMLP സ്കൂളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂളിൽ വൃക്ഷത്തൈയും തുണിസഞ്ചിയും വിതരണം ചെയ്തു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളിൽ വൃക്ഷത്തൈ നടലും വിദ്യാർത്ഥികൾക്കായി തുണിസഞ്ചി വിതരണവും നടന്നു. വൃക്ഷത്തൈ വിതരണോദ്ഘാടനം ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ E ആഷിഖ് നിർവഹിച്ചു.
സ്കൂൾ PTA പ്രസിഡന്റ് അഫ്സൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാനാധ്യാപിക അമൃത സ്വാഗതം പറഞ്ഞു. രമേശ് ലാൽ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ TK നവാസ്, മുനീർ, മോഹൻദാസ്, പാടശേഖര സമിതി സെക്രട്ടറി കൃഷ്ണകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിന് സരിക നന്ദിയും പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയോടെയാണ് പരിപാടികൾ അവസാനിച്ചത്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരി വിരുദ്ധ റെയ്ഡായ ഓപ്പറേഷൻ തൂഫാൻ ചെർപ്പുളശ്ശേരിയിൽ മയക്കുമരുന്നുമായി 3 യുവാക്കളെ പോലീസ് പിടികൂടി. 47.4 ഗ്രാം MDMA ഇവരിൽ നിന്നും കണ്ടെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ രാത്രികാല പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. മണ്ണാർക്കാട് തച്ചമ്പാറ ദേശബന്ധു സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോകുന്ന ബസിന്റെ ഡോർ അടർന്നു വീണ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തു. GPS സംവിധാനം ഉപയോഗിച്ചാണ് അധികൃതർ വാഹനം പിടികൂടിയത്. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് അധികൃതർ. ചെർപ്പുളശ്ശേരിയിലെ പുതിയ ഗതാഗത പരിഷ്കാരം മൂലം പൊതുജനങ്ങളും വ്യാപാരികളും വലിയ പ്രയാസം അനുഭവിക്കുന്നതായി പ്രതിപക്ഷ കൗൺസിലർമാർ. പരിഷ്കാരത്തിൽ ചെറിയ മാറ്റം വരുത്തണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ തൽസ്ഥിതി തുടരുമെന്ന് ഭരണസമിതിയും നിലപാടെടുത്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ചെർപ്പുളശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശ റാലി സംഘടിപ്പിച്ചു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെയും ചന്തം ചാർത്താൻ ചെർപ്പുളശ്ശേരി ക്യാമ്പയിന്റെയും ഭാഗമായാണ് റാലി നടത്തിയത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.